പഴയ നിയമകാലത്തെ യാഗം എന്തായിരുന്നു? എല്ലാ വസ്തുക്കളുടെയും പുറത്ത് തളിക്കപ്പെടുകയായിരുന്നു. എന്നാൽ യേശു കർത്താവ് നമുക്ക് വേണ്ടി ഒരിക്കലായി മരിച്ചു കഴിഞ്ഞപ്പോൾ അത് പുറത്ത് തളിക്കപ്പെട്ട രക്തമല്ല, പിന്നെയോ നമ്മുടെ അകത്തുണ്ടായിരുന്ന സകല അതിക്രമങ്ങളെയും പാപങ്ങളെയും ലംഘനങ്ങളെയും കർത്താവ് ക്ഷമിച്ച് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് മനസ്സിനെ ശുദ്ധീകരിച്ച് നമുക്ക് തന്നത് ബാഹ്യ ശുദ്ധീകരണമല്ല, നമുക്ക് യേശുവിന്റെ രക്തത്താൽ ലഭിച്ചത് നമുക്ക് ആന്തരിക ഇന്നർ ഹീലിംഗ് ആണ്. ഇന്നർ ഹീലിംഗ് ആണ് നമുക്ക് സംഭവിച്ചത്. ഇവിടെ കേട്ടല്ലോ, കോരകിനെ കുറിച്ച് നമ്മൾ കേട്ടു, അവരുടെ പുത്രന്മാർ വന്ന് പാടിയതിനെ കുറിച്ച് കേട്ടു. എന്താ കോരകിനൊക്കെ സംഭവിച്ചത്? അവർക്ക് എന്തില്ല? പുറമേയുള്ള യാഗങ്ങളും എല്ലാം ഉണ്ട്. ലേവി ഗോത്രക്കാരാ. ആർക്കാ പുരോഹിത ശുശ്രൂഷ വേർതിരിച്ചിരിക്കുന്നത്? ലേവിക്കാർക്കാ. അവർക്ക് ആരാധിച്ച് അങ്ങ് പഴകി മൂത്ത് വിളഞ്ഞ് വളഞ്ഞുപോയി. അപ്പൊ ഇതിന്റെ ഭയമൊന്നും അവർക്ക് ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തത്? ലേവി ഗോത്രക്കാരായ കോരകൊക്കെ ആലയത്തിൽ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ഭയവും ഇല്ല. അവർ ദൈവത്തിനും ദൈവദാസന്മാർക്കും ആമേൻ സ്തോത്രം മോശയ്ക്ക് ശുശ്രൂഷ ആമേൻ കൈത്താങ്ങൽ കൊടുക്കുന്ന അഹരോനും ഹൂറിനും എതിരെയൊക്കെ അവരെന്ത് ചെയ്യുകയാണ്? പിറുപിറുക്കി. അവർക്ക് ഭയമില്ല. എന്താ കാരണം എന്നറിയാമോ? യാഗം കൊണ്ട് അവർക്ക് പുറമേ മാത്രമേ ശുദ്ധീകരണം നടന്നിട്ടുള്ളൂ, അകത്ത് ശുദ്ധീകരണം നടന്നിട്ടില്ല. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, എൻ്റെ നിങ്ങളുടെ നാവ് നിയന്ത്രിക്കപ്പെടണമെങ്കിൽ അകത്ത് ശുദ്ധീകരണം നടക്കണം. എൻ്റെ നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങൾ നിയന്ത്രിക്കപ്പെടണമെങ്കിൽ അകത്ത് ശുദ്ധീകരണം നടക്കണം. പാപത്തോട് സമരസപ്പെട്ട് പോകാൻ ഇടയാകാതിരിക്കണമെങ്കിൽ അകത്ത് ഹീലിംഗ് നടക്കണം. അതുകൊണ്ട് ഒന്നുകൊണ്ട് മാത്രമേ സംഭവിക്കത്തുള്ളൂ. അതെന്റെ യേശു കർത്താവിന്റെ രക്തത്തിന്റെ ശക്തി കൊണ്ട് മാത്രമേ ആന്തരിക സൗഖ്യം നടക്കത്തുള്ളൂ.